ഇനി നമുക്ക് ഫോട്ടോഷോപ്പിന്റെ കൂടെയുള്ള അഡോബ് ഇമേജ് റെഡി എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കാം. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അവ ഓപ്റ്റിമൈസ് ചെയ്യുന്നതിനും കൂടാതെ വെബ്സൈറ്റിലേക്ക് വേണ്ട ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് അഡോബ് ഇമേജ് റെഡി ഉപയോഗിക്കുന്നത്. അഡോബ് ഇമേജ് റെഡി ഓപ്പൺ ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിന് താഴെ കാണുന്ന എഡിറ്റ് ഇൻ ഇമേജ് റെഡി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ എം എന്ന കീകൾ പ്രസ് ചെയ്താലും മതി. ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസിലുള്ള ഒരു ഇമേജിനെ നേരിട്ട് ഇമേജ് റെഡിയിൽ ഓപ്പൺ ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ ഇമേജ് റെഡി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസിൽ അഡോബ് ഇമേജ് റെഡി CS2 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ് പേജിനെ ഇമേജ് റെഡിയിലേക്ക് ഓപ്പൺ ആക്കിയ ശേഷം അതിനെ എഡിറ്റ് ചെയ്ത് നോക്കാം. അതിനായി ആദ്യം ഇവിടെയുള്ള എഡിറ്റ് ഇൻ ഇമേജ് റെഡി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അഡോബ് ഇമേജ് റെഡിയിൽ നാം ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് ഇമേജ് റെഡിയുടെ വർക്ക് സ്പേസും അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഫോട്ടോഷോപ്പിലേതുപോലെ തന്നെ ടൈറ്റിൽ ബാർ, മെനു ബാർ, ഓപ്ഷൻസ് ബാർ, ടൂൾ ബോക്സ് കൂടാതെ മറ്റു പാലറ്റുകൾ തുടങ്ങിയവ യഥാക്രമം ഇമേജ് റെഡിയിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെയുള്ള ടൂളുകളും ഓപ്ഷൻസും എല്ലാം വെബിലേക്ക് ആവശ്യമായ ക്രിയേഷനുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇമേജ് റെഡിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇമേജ് റെഡിയിൽ ഒരു പുതിയ പേജ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഫയൽ മെനുവിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ N എന്നീ കീകൾ പ്രസ് ചെയ്യുകയോ ചെയ്യാം. ശ്രദ്ധിക്കുക, ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഡോക്യുമെന്റ് എന്ന പേരിൽ ഒരു വിൻഡോ നമുക്ക് കാണാവുന്നതാണ്. ഈ വിൻഡോയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നെയിം എന്ന ഓപ്ഷനു നേരെ ഡോക്യുമെന്റിന് ഒരു പേര് കൊടുക്കാം. നമുക്കിവിടെ വെബ് എന്ന് കൊടുക്കാം. അതിനുശേഷം സൈസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വെബിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഡോക്യുമെന്റ് സൈസുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ നിന്ന് വെബ് പേജ് എന്ന സൈസ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിനു താഴെ ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റായി വൈറ്റ് കളർ ആക്റ്റീവ് ചെയ്യാം. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലേസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഡോക്യുമെന്റിലേക്ക് ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. അതിനായി ഫയൽ മെനുവിൽ പ്ലേസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ ചൂസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്കാവശ്യമായ ഇമേജ് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെന്റിന്റെ ഏതു ഭാഗത്താണ് ഇമേജ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഓഫ്സെറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇമേജിനെ പ്ലേസ് ചെയ്യേണ്ട പൊസിഷൻ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. ആവശ്യമായ രീതിയിൽ ഇവ അറേഞ്ച് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്ത അതേ രീതിയിൽ ഇമേജ് ഡോക്യുമെന്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഡോക്യുമെന്റിന് മുകളിലായി ഇമേജിനെ വ്യത്യസ്ത രീതിയിൽ കാണുന്നതിനുള്ള ഒറിജിനൽ, ഓപ്റ്റിമൈസ്ഡ്, 2up, 4up തുടങ്ങിയ ഏതാനും ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമേജിനെ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ കാണുന്നതിനു വേണ്ടി ഒറിജിനൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി.